ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ക്യാമറ. അപ്പോൾ ക്യാമറയുടെ മറ്റൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്നത് വെച്ചാൽ നമ്മൾ പൂനെയിൽ ഇന്ന് നിങ്ങൾക്കറിയാമായിരിക്കും എന്തായാലും ഒരു ക്രിസ്മസ് ഈവനിങ് ആണ്. അപ്പോൾ നമ്മൾ എന്തായാലും എൻ്റെ ഒരു ഫ്രണ്ടും ഞാനും ഇപ്പോൾ നിൽപ്പുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ താഴെ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ വണ്ടി എടുപ്പുണ്ട്, പിന്നെ നമ്മൾ ഇറങ്ങി പോകുന്ന വഴി അങ്ങോട്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഇൻട്രോ കൊടുത്തിട്ട് അങ്ങ് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് നേരെ പോവാം. സ്ഥലത്തിൻ്റെ പേര് എന്നാണ് നമ്മൾ പറഞ്ഞപ്പോൾ ഹൈ സ്ട്രീറ്റ്. അപ്പോൾ നിങ്ങൾ പൂനെയിൽ തന്നെ ഒരു പോഷ് ഏരിയയാണ്. അപ്പോൾ ഹൈ സ്ട്രീറ്റ് എന്ന് പറയും. ഇപ്പോൾ ഒരുപാട് വലിയ IT കമ്പനീസൊക്കെ ഉള്ള ഏരിയയാണ്. പിന്നെ ഇതിനകത്ത് എടുത്ത് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ ഇന്ന് ക്രിസ്മസ് ഈവനിങ്. അപ്പോൾ ഒരുപാട് ആൾക്കാർ വരും, ഒരുപാട് പിള്ളേരൊക്കെ വരും. അപ്പോൾ നമുക്ക് അടിച്ച് പൊളിക്കാം, അവിടെയൊക്കെ ചെല്ലാം. പിന്നെ എന്തായാലും നമുക്ക് എന്തായാലും അവിടെ ഫുഡ് എന്തെങ്കിലും കഴിക്കാൻ പറ്റുന്ന സ്ഥിതിയാണെങ്കിൽ കഴിക്കാം, അല്ലെങ്കിൽ നമ്മൾ കഴിക്കൊന്നുമില്ല. ജസ്റ്റ് അവിടുത്തെ ഒരു വിഷ്വൽസൊക്കെ ഒന്ന് എടുത്തിട്ട് നേരെ ഇങ്ങി പോരും. ഓക്കെ, സോ സ്റ്റേ ട്യൂൺ ദ വീഡിയോ. അപ്പോൾ എല്ലാവരും കാണുക. പിന്നെ ലൈക്ക് അടിക്കാത്തവരൊക്കെ ലൈക്ക് അടിക്കണം, സബ് അടിക്കാത്തവരൊക്കെ സബ് അടിക്കുക. പിന്നെ വേറെന്താ പറയാനുള്ളത്? അപ്പം എന്തായാലും ക്രൗഡൊന്നും എത്ര എത്തി തുടങ്ങിയിട്ടില്ല. അപ്പോൾ ക്രൗഡ് എത്തി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത്യാവശ്യം കുറേ വീഡിയോസൊക്കെ എടുക്കാം പബ്ലിക്കിൽ. അപ്പം എന്തായാലും പിള്ളേർ ഒരുപാട് പിള്ളേർ വരുമായിരിക്കും ഗൈസ്. എന്തായാലും നമ്മളിന്ന് ക്രിസ്മസ് ഈവനിങ് അല്ലേ, അപ്പോൾ എന്തായാലും കുറേ പേര് കാണും. അപ്പോൾ നമ്മൾ സംഭവമൊക്കെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം കുറേ പേരൊക്കെ നോക്കുന്നു. കാരണം നമ്മൾ ആദ്യമായിട്ടാണ്, ഈ ഫസ്റ്റ് ടൈമാണ് ഈ മൊബൈൽ എടുത്തിട്ട് അല്ലെങ്കിൽ ക്യാം എടുത്തോണ്ട് നമ്മൾ പബ്ലിക്കിലോട്ട് ഇറങ്ങിയിട്ടൊരു വ്ളോഗൊക്കെ ചെയ്യുന്നത്. സോ എനിവേസ്, അപ്പം വിഷയമായിരിക്കും നോക്കാം. എന്തായാലും സംഭവങ്ങളൊന്നും അറിഞ്ഞൂടെ ഇവിടുത്തെ ഏത് രീതിയിൽ പോകുന്നു. കാരണം ഇന്ന് ക്രിസ്മസ് ഈവനിങ് എല്ലാം അടിച്ച് കിണ്ടിയായിട്ടായിരിക്കും നടക്കുന്നത്. അപ്പോൾ വിഷയം അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്ന വെച്ചാൽ ഇപ്പം കുറേ കമ്പനീസ് ഉണ്ട്. നമ്മളീ പറയുന്ന പൂനെയിൽ അത്യാവശ്യം വലിയ വലിയ കമ്പനികളാണ്, IT കമ്പനീസ്. നമ്മളീ പറയുന്ന സീമെൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ അല്ലേ? സീമെൻസ് ആണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. സീമെൻസ് ഇത് കണ്ടില്ലേ, വിഷയമില്ലേ, സീമെൻസ് ഇല്ലേ ഉണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വേരിറ്റാസ് വിളിച്ചു. വേരിറ്റാസിനുണ്ട്. വേരിറ്റാസും ഉറപ്പില്ലാത്ത വലിയൊരു കമ്പനിയാണ്, IT കമ്പനി. അപ്പോൾ പൂനെയിൽ അത്യാവശ്യം നല്ല നല്ല ആൾക്കാർ ക്രൗഡല്ല ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മളെന്തായാലും ചെറിയതായിട്ടൊരു ഫുഡ് അടിക്കാന്ന് വെച്ചാൽ, അപ്പം നിങ്ങൾ പനീർ പറാട്ട കേട്ടിട്ടുണ്ട്. പറാട്ടയാണ് ഇപ്പോൾ നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പറാട്ടയുടെ അകത്ത്, അതായത് ചപ്പാത്തി കണക്കായിരിക്കും കണ്ട സംഭവം, ഇതിനകത്താണ് മൊത്തം സ്റ്റഫിങ് ഉള്ളത്. അപ്പോൾ നമ്മളതിന് അതിൻ്റെ പുറത്ത് ചട്നിയും തൈരുണ്ട്, പിന്നെ ഉള്ളിയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കുറച്ച് ഫുഡ് അടിച്ചിട്ട്, ലൈറ്റായിട്ട് ഫുഡ് അടിച്ചിട്ട് നമ്മൾ നേരെ ഇനിയും ക്രൗഡിലേക്ക് പോവുകയാണ്. അപ്പം നമ്മൾ മുമ്പേ പറഞ്ഞ സ്ഥലത്തിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഹൈ സ്ട്രീറ്റ് എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എന്തായാലും ഇവിടുത്തെ ലൊക്കേഷൻ ഒക്കെ പറഞ്ഞ് നിങ്ങൾക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ കാണാം ഗൈസ്. ഇപ്പം മുകളിലൊക്കെ ഉണ്ടോ, ആ ബാക്ക് സൈഡ് കണ്ടില്ലേ? അപ്പം ബാക്ക് സൈഡോട്ട് നമുക്ക് പോകണം. പിന്നെ അതുകൂടാതെ കുറേ ക്രൗഡ് ഇപ്പോൾ എത്തിയിട്ടില്ല, രാത്രി ആകുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും. സോ റൈറ്റ് നൗ ഇപ്പോൾ നമ്മളെന്തായാലും ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ വണ്ടിയൊക്കെ ഇവിടെ പാർക്കിങ്ങിലാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഒരുപാട് പേരെ കാണാൻ പറ്റും ഗൈസ്. എന്തായാലും നമുക്ക് ഇനി എന്തായാലും മാസ്ക് കയ്യിലുണ്ട്. സേഫ്റ്റി നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി ആണ്. അപ്പോൾ സേഫ്റ്റി വേണം. അപ്പോൾ അതുകൊണ്ട് മാസ്ക് കയ്യിലിപ്പോൾ ഞാൻ എന്തായാലും വിടും. ഒരു ഇൻട്രോ കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ മാസ്ക് എടുത്താണ് ജസ്റ്റ്. ഓക്കെ, ബാക്കി നിങ്ങൾ ബാക്കിലോട്ട് നീ കാണിച്ചിറക്കാം. ഇതിന് കിടക്കുന്നേ ഉള്ളൂ, ഒന്നും അല്ല. ഇപ്പോൾ രാത്രി ആകുമ്പോഴത്തേക്ക് ചടങ്ങ് പിള്ളേരൊക്കെ ഇങ്ങ് വന്ന് ഇറങ്ങുമല്ലേ, പിന്നെ ഇല്ല. അപ്പോൾ ഗൈസ്, എന്നാലും നമ്മൾ വാക്ക് ചെയ്ത് പോകണം. അപ്പോൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തിലേക്ക്, ഈ പറഞ്ഞ സ്ഥലമാണ്, മുകളിലാണ് ലൊക്കേഷൻസ് ഒക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരുപാട് പേരുണ്ട് ഗൈസ്. നമുക്ക് എന്തായാലും വിഷയമാക്കണം. എന്തായാലും നമുക്ക് കുറേ പേരുണ്ട് വഴിയിലൊക്കെ, ഒരുപാട് പേരെ കാണും. ആരും അങ്ങോട്ടൊന്നും ശ്രദ്ധിക്കരുത്. നമ്മൾ ക്യാമറ വിഷ്വൽസ് പൊളിയായിരിക്കും ഗൈസ്. എന്തായാലും വാക്ക് ചെയ്തൊന്നും എടുക്കുമ്പോഴത്തേക്ക് എനിക്കൊന്നും അധികം ഷേക്ക് ഇല്ലെന്ന് തോന്നുന്നല്ലേ, ക്യാമറയ്ക്ക് അധികം ഷേക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് എൻട്രി ചെയ്ത് കയറി പോകണം, അകത്തേക്കാണ് കയറി പോകണം. അപ്പോൾ ഇത് നമ്മൾ മലയാളത്തിൽ ലൈവ് ഇത് എടുക്കുന്നുണ്ട്. എന്താ പറയുക ഗൈസ്, ഒരുപാട് പേരിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കും, അയ്യോ ഇത് ഇവിടെ ഏത് ഭാഷയിലാണ് സംസാരിക്കുന്നത്. കാരണം ഇവിടെ എല്ലാവരും ഹിന്ദിക്കാരും ഇംഗ്ലീഷിലൊക്കെ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലൊന്നും നോക്കുന്നില്ല. എനിവേസ്, നമ്മളിപ്പോൾ വിഷയത്തിൽ ഇപ്പോൾ നമ്മൾ സ്ഥലത്തേക്ക് കയറി പോകണം. അപ്പോൾ അതെല്ലാം ഓരോ റെസ്റ്റോറൻറ്റ്സ് ആണ്. ഓരോ റെസ്റ്റോറൻറ്റിലേക്ക് നമ്മൾ കയറുന്നില്ല, പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. പിന്നെ അതെല്ലാം ഒരുപാട് റെസ്റ്റോറൻറ്റ് ഉണ്ട്. വിഷയം എന്ന് പറഞ്ഞാൽ ഒന്നും പറയില്ല. പിള്ളേരൊക്കെ രാത്രി ആകുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ വന്ന് ചാടി ഇറങ്ങും. She really found you cute. Oh. I think I should share her Instagram profile. No, don't do that. Fine. Yeah. It's fine. You don't want it? No, we don't want it. Totally fine, bro. Totally fine. അപ്പോൾ നമ്മളിവിടെ നിൽക്കുന്ന വെച്ചാൽ ഇപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ ഈ അപ്പാഷ സ്ട്രീറ്റിൻ്റെ കാര്യമാണ്. അപ്പോൾ അപ്പാഷ സ്ട്രീറ്റ് ഈ ബാഗ് കാണുന്നത്. പിന്നെ തൊട്ടപ്പുറത്താണ് എന്താണ് അർബൻ ഫൗണ്ടറി എന്നൊക്കെ പറയുന്ന സാധനമാണ്. പിന്നെ നമുക്ക് അറിഞ്ഞുകൂടാ അതിൻ്റെ കാര്യമൊന്നും. ഇപ്പോൾ എല്ലാവരും ഇവിടെ എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ എല്ലാവരും വെള്ളം അടിക്കാൻ വേണ്ടി എത്തിക്കുന്നില്ല. നമുക്കൊരു ഒരുപാട് പേര് കപ്പിൾസിനെ കാണാം, ഒരുപാട് പേര് ഫ്രണ്ട്സിനെ കാണാം, ഒരു ഫ്രണ്ട് സർക്കിളുള്ള ഒരുപാട് പേര് കാണും. അപ്പോൾ എന്തായാലും നമ്മളിപ്പം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ കുറേ ഫ്രണ്ട്സ് വന്നിട്ടില്ലാരും. ഫ്രണ്ട്സിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ ഫ്രണ്ട്സ് ഞാൻ എന്തായാലും മാസ്ക് ഒന്ന് എടുക്കാം. കാരണം മാസ്ക് എടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്, സേഫ്റ്റി. സോ ബട്ട് സ്റ്റിൽ ഞാൻ മാസ്ക് എടുത്തതേ ഉള്ളൂ. അപ്പോൾ നീ കാണിച്ചു തരാം. ഇതിപ്പം കുഴപ്പമില്ലാത്തൊരു എന്താ കഫേ പോണക്കാം, ലോഞ്ചാണ്. പിന്നെ ഈ കാണുന്ന തൊട്ട് ബാക്കിൽ കാണുന്ന അതൊരു ലോഞ്ചാണ്. പിന്നെ ഓക്കെ, പിന്നെ അങ്ങോട്ട് കാണുന്ന ബാക്കിലോട്ട് കാണുന്നതും അതും ലോഞ്ചസ് ആണ്. ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ പിള്ളേർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. സോ ലെറ്റ് സി ഹൗ ഇറ്റ് വർക്ക്സ്.
അപ്പോൾ എന്തായാലും ക്രൗഡൊന്നും അത്ര ആയിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ക്രൗഡൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നിൽക്കുന്നത് വെച്ചാൽ ഞാൻ പറഞ്ഞ ഹൈ സ്ട്രീറ്റിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ. അപ്പം ഇവിടെ എല്ലാം പാർക്ക് ചെയ്യണം ഗൈസ്, ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ ഈ കാണുന്ന ബാഗ് കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, അപ്പോൾ അതിനകത്തുള്ള എല്ലാം ഓരോരോ ഹോട്ടൽസും ചെറിയ ചെറിയ ഹോട്ടൽസ് ഉണ്ട്, ചെറിയ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പല പല കാര്യങ്ങളാണ് ഇന്നത്തെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്ന് ഡിസംബർ ആയതുകൊണ്ട് ഇന്ന് 25th ആയതുകൊണ്ട് ഇപ്പോൾ ഒരുപാട് ക്രൗഡ് വരും. അത് കൂടാതെ ഫ്രൈഡേ ആണ്, ഇപ്പോൾ വീക്കെൻഡ് ആണ്. അപ്പോൾ എല്ലാവരും ഒരുവിധം ആൾക്കാരെല്ലാം വരും. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് അധികം നീങ്ങുന്നില്ല. ഞാൻ അപ്പോൾ എന്തായാലും നിങ്ങളെ കാണിക്കാൻ വേണ്ടി, കാരണം എനിക്ക് അതിനകത്ത് ഇത് കഴിഞ്ഞാൽ എനിക്ക് ആ വിഷ്വൽ എടുക്കാൻ പറ്റത്തില്ല. ലൈക്ക് ഈ ഒരു വിഷ്വലില്ലേ, അവിടെ നിന്ന് എടുത്ത് കറക്റ്റായിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പം ഇതിപ്പോൾ നല്ലൊരു വിഷ്വലാണ്. സോ റൈറ്റ് നൗ ഇപ്പോൾ നമ്മൾ ഇതിന് ബാക്കിൽ കാണുന്ന ബിൽഡിങ്സ് ആണ് വൈസ്, തൊട്ട് കാണുന്നതെല്ലാം ചടങ്ങ് കിടിലം ബിൽഡിങ്സ് ആണ്. അപ്പം എനിവേസ് ഞാൻ അകത്തോട്ട് കയറാൻ പോകണം. അപ്പം ഞാൻ ഇത്രയും നേരം അകത്ത് തന്നെ ആയിരുന്നു. സോ ജസ്റ്റ് ഇപ്പം പുറത്തേക്ക് ഇറങ്ങിയത് വിഷ്വൽസ് എടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നിങ്ങൾ എന്തെങ്കിലും വ്ളോഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും കാണിക്കണ്ടേ. അപ്പം ചെറിയൊരു വ്ളോഗിൻ്റെ ഭാഗമായിട്ട് തന്നെ ഇപ്പോൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് പാർക്ക് ഗ്രാൻഡ്. ഇവിടെ ഈ പുറകെ കാണുന്ന ബിൽഡിംഗ് ഇല്ലേ, അതിനകത്തിലാണ് മൊത്തം പോഷ് ടീമുകളാണ് താമസിക്കുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല. എങ്ങനെയായാലും ഒരു 80,000 70,000 30,000 ആ റേഞ്ചിൽ റെൻറ്റ് പോവും. ഇതെന്ന് പറയുന്നതെല്ലാം കമിൻസ് എന്ന് പറയുന്നൊരു കമ്പനിയുണ്ട്. കമിൻസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. കമിൻസിൻ്റെ കമ്പനിയുടെ ക്യാമ്പസാണ് ഇത് മൊത്തം. അപ്പോൾ അവരാണ് ഇത് മൊത്തം ഓൺ ചെയ്തേക്കുന്നത്. അപ്പം ഈ പറയുന്ന നമ്മുടെ സ്റ്റാർബക്സ് ഉണ്ട്, പിന്നെ അതുകൂടാണ്ട് ചേട്ടൻ പറയും നോക്കുന്നത് അപ്പം അതുകൂടാണ്ട് നമ്മുടെ സ്റ്റാർബക്സ് ഉണ്ട്, പിന്നെ കുറേ ലോഞ്ചസ് ഉണ്ട്, കുറേ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, കുറേ ഇപ്പോൾ എന്തായാലും ബാറുകളാണ് ഇതിനകത്ത് കൂടുതൽ തോന്നുന്നു. ഈ ചെറിയ ചെറിയ ബാറുകളൊക്കെ എല്ലാവരും വരുന്നവരെല്ലാവരും കുടിക്കാനായിട്ടൊക്കെ വരുന്നത്, ഫാമിലിയായിട്ട് വരുന്നവർ കഴിക്കാൻ വരും. പിന്നെ ഓക്കെ, ഞാൻ പറഞ്ഞ് കുറച്ച് മുമ്പ് ഞാൻ കാണിച്ചുതരാം നിങ്ങൾക്ക്. അപ്പം ഇത് വിഷയമില്ലാത്ത ഏരിയ, നമുക്ക് നമ്മുടേതായിട്ട് പ്രൈവസി ഉണ്ട്. ആരും അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാമറ കൊണ്ടിറങ്ങി കഴിഞ്ഞാൽ ആൾക്കാർ നമ്മൾ നോക്കി കൊല വിളിക്കും. ഇവിടെ അത് വിഷയമൊന്നുമില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ് തൊട്ട് പുറകെ കാണുന്നത് സ്റ്റാർബക്സ്. ഓക്കെ, ഇത് കമിൻസിൻ്റെ ക്യാമ്പസ്. അത് മോളിൽ എഴുതിയേക്കുന്നത് കമിൻസ് ക്യാമ്പസ് എന്നാണ് എഴുതിയേക്കുന്നത്. ഓക്കെ, സോ ഇത്രയും വിഷയമൊന്നുമില്ല, ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ തന്നെ. സോ ലെറ്റ്സ് സീ. ഇപ്പോൾ നമുക്ക് എന്തായാലും നല്ല ലൈറ്റിങ്സ് ഒക്കെയാണ് വെച്ചേക്കുന്നത്. ഇപ്പോൾ രാത്രി ആ കഴിയുമ്പോഴത്തേക്ക് തിരിച്ചു പറയാൻ പറ്റും. പക്ഷേ മുകളിലേക്ക് ലൈറ്റ് കണ്ടില്ലേ, അതിന് വെട്ടം അടിക്കുന്നതുകൊണ്ടാണ് നീലവെട്ടം കണ്ടില്ലേ. സോ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ലിപ്സ്റ്റിയുടെ രാത്രിയാണ്. രാത്രി ആകുമ്പോഴത്തേക്ക് അതിൻ്റെ ലൈറ്റിങ്സ് ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും നോക്കട്ടെ. ചേച്ചിമാരൊക്കെ പോകുന്നുണ്ട്, വീട്ടിലും ചേച്ചിമാരെ കാണാം. അപ്പോൾ ഇനി വേസ് ഇവിടെ ഇടിയാണ്, ഭയങ്കര ക്രൗഡ് വൈസ് ഒന്നും പറയാനില്ല. ക്രൗഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ അറ്റമായിരിക്കും. ഇനിയിപ്പം വരുന്നേ ഉള്ളൂ, എല്ലാവരും എത്തി തുടങ്ങിയിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോഴത്തേക്ക് പിള്ളേരൊക്കെ എത്തി തുടങ്ങും. കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞില്ല ഇവിടെ എന്തായാലും ക്രൗഡൊക്കെ ആവുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പം ക്രൗഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും അധികം എനിക്ക് ഷോർട്സ് ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. മൊത്തം വെട്ടാണ് കൈസ്. ഈ ക്യാമൊക്കെ എടുത്ത് വെച്ച് പിടിച്ച് കഴിഞ്ഞാൽ ഫുള്ള് നമുക്കൊരുമാതിരി വല്ലാത്ത കളറാണ്. ഇപ്പോൾ എൻ്റെ ഫേസ് ഒന്നും കിട്ടത്തില്ല. ബാക്കിലൊക്കെ കളർ കണ്ടില്ലേ, മറ്റേ പച്ച 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 കണ്ടില്ലേ, ആ താഴെ ഇരിക്കുന്ന ലൈറ്റാണ്. ഈ താഴെ മൂട്ടിൽ ഈ ലൈറ്റ് വെച്ചിട്ടില്ലേ ഇവിടെ, ഈ താഴെ വെച്ചിരിക്കുന്ന ലൈറ്റ് കാരണമാണ്. അപ്പോൾ നമുക്ക് കുഴപ്പമില്ല. പക്ഷേ എങ്കിലും അത്യാവശ്യം നല്ല ലൈറ്റ്സ് ഒക്കെ കിട്ടുന്നുണ്ട്. പിന്നെ അങ്ങോട്ട് ഞാൻ കൊണ്ട് കാണിക്കാം ഗൈസ്. ബാക്കി അങ്ങോട്ട് ഞാൻ പോലും കുറേ നേരമായിട്ട് ഇപ്പോൾ ഇവിടെ തന്നെ നിൽക്കുന്നത്. ജസ്റ്റ് ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് മാറും. സോ ഈ ലൊക്കേഷൻ നമ്മൾ മാറ്റി പിടിക്കുന്നു, അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ എന്തായാലും വിഷയമില്ലാത്ത പരിപാടി ഒരുപാട് ഇപ്പോൾ പിള്ളേർ അവിടെ വന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ടത്തിൽ 2 ചങ്കുകളുണ്ട്, നമ്മുടെ പിള്ളേരുണ്ട്. ഇവിടുത്തെ മലയാളിയാണ് കേട്ടോ. അപ്പോൾ മലയാളി അവന് വലിയ മലയാളം ഒന്നും അറിഞ്ഞുകൂടാ, പക്ഷേ എങ്കിലും ചെറുതായിട്ടൊക്കെ മലയാളം പറയും. അത് ഹായ് പറയട്ടെ സബ്സ്ക്രൈബർ. ഹലോ, ഹൗ ആർ യു? മലയാളത്തിൽ പറ, മലയാളികളാണ്. എല്ലാവർക്കും സുഖമല്ലേ? മേരി ക്രിസ്മസ്. മേരി ക്രിസ്മസ്. സുഖമല്ലേ എന്നൊക്കെ ചോദിക്കേ. സുഖമല്ലേ? സുഖം അല്ലേ? സുഖം അല്ലേ? അല്ലേ, അതന്നെ. ഓക്കെ, വിഷയമില്ല. പിന്നെ നമ്മുടെ രണ്ടാമത്തെ ചങ്കാണ് നമ്മുടെ പയ്യനുണ്ട്. പിന്നെ എവിടുത്തെ ഇത്ര ലൊക്കേഷൻ കോൺസെപ്റ്റ് അസാം. അപ്പം നമ്മൾ അസാം നോർത്ത് സൈഡിൽ നോർത്ത് ഈസ്റ്റിൽ നിന്നുള്ള പയ്യനാണ്. അപ്പം നമ്മൾ രണ്ടുപേരും ഇപ്പോൾ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞങ്ങൾ ഫസ്റ്റ് വെറുതെ ഇരുന്ന സമയത്താണ് പുറത്തിറങ്ങി. ഇന്നലെ 25th ഡിസംബർ 25th. അപ്പോൾ അറിയാമായിരിക്കുമല്ലോ, നല്ല ക്രൗഡായിരിക്കും. പിന്നെ എല്ലാവരും കുറേ പേര് ഇങ്ങനെ ഈവനിങ് സമയത്തൊക്കെ എല്ലാവരും ഇറങ്ങാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ചെറിയൊരു വ്ളോഗ് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രൗഡും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചാൽ ഇവിടെ എല്ലാം ഫുള്ള് മൊത്തം തിരക്കായിരിക്കും. പവർ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അവിടെ എല്ലാം ഞാൻ കാണിച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് അങ്ങോട്ട് കാണിക്കാൻ പറ്റത്തില്ല, കാരണം ഇതിപ്പോൾ സെൽഫി സ്റ്റിക്കിൽ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പം വിഷയമില്ലാത്ത രീതിയിൽ. പിന്നെ അതുകൂടാതെ ഞാൻ മുമ്പേ പറഞ്ഞ സ്റ്റാർബക്സ്, ഞാൻ ഈ ക്യാമറ റൊട്ടേറ്റ് ചെയ്ത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേര് തിരിച്ചായിരിക്കും എഴുതി കാണിക്കുക. പിന്നെ ഇതിന് തൊട്ടപ്പുറത്ത് കാണുന്ന ബിൽഡിംഗ് കണ്ടില്ലേ, ബാക്ക്ഗ്രൗണ്ട്. ഞാൻ പറഞ്ഞു രാത്രി ആകുമ്പോഴത്തേക്ക് പൊള്ളിയായിരിക്കും, ഒരു രക്ഷയില്ല വയസ്സ്. വിഷയമില്ല എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പിള്ളേരുണ്ട്, നമുക്ക് കറങ്ങാം. പിന്നെ ഇവിടെ കൊച്ചു പിള്ളേരുണ്ട്, വേണമെങ്കിൽ ചേച്ചിമാരെ കാണിച്ചു തരാം. ഇപ്പം തൊട്ടപ്പുറത്തുണ്ട് ചേച്ചിമാർ, ആ വിഷയമാണ്. അപ്പം ഇതൊക്കെയെന്ന് പറഞ്ഞാണല്ലോ നമുക്ക് ഡെയിലി വന്നു പോകാൻ പറ്റുന്ന സ്ഥലങ്ങളല്ല. കാരണം നമ്മൾ ഓഫീസിൽ വർക്ക് ചെയ്യുന്നു,
നേരെ പോകുന്നു, വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ നമുക്ക് വീക്കെൻഡ് കിട്ടുന്ന സമയത്ത് ആകെ ഒരു സമയത്തായിരിക്കും നമ്മൾ ഈ വീക്കെൻഡിൽ വന്ന് ഇവരെടുക്കുന്നത്, എന്താ പറയുക, ഈ വ്ളോഗൊക്കെ ചെയ്യാമെന്ന് പറയുന്നത്. ഞാനിപ്പം ലൈവ് സ്ട്രീംസ് നമുക്ക് കുറച്ചെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടല്ല, ഓഫീസ് രാവിലത്തെ സമയം രാവിലെ 9 തൊട്ട് വൈകുന്നേരം 6 മണി വരെ നമുക്ക് ഓഫീസിൽ നിൽക്കണം. ഈ കൊച്ചുകൊച്ചിനും കണ്ടില്ലേ ഐസ്, കുഞ്ഞുകുട്ടിയെ കണ്ടില്ലേ, പുറയിൽ കുഞ്ഞുകുട്ടി ഉണ്ട്. കുഞ്ഞുകുട്ടി ഭയങ്കര ഡാൻസാണ് കേട്ടോ, വിഷയമാണ്. അപ്പം ഇത് നമ്മുടെ ഈ പറയുന്ന മാഗ്ഡി. പിന്നെ വേറെ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല. പിന്നെ നിങ്ങൾക്ക് പറഞ്ഞ പ്ലേ ബോയ് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. പ്ലേ ബോയ് ആക്ച്വലി പബ്ബ്. അപ്പോൾ ഒരു പബ്ബാണ് പ്ലേ ബോയ് എന്ന് പറയുന്നത്. അപ്പം അവരെ കാണിച്ചു തരാം. പ്ലേ ബോയ് എന്ന് പറഞ്ഞാൽ കിടിലം ആൾക്കാരായിരിക്കും വരുന്നത്, സുരക്ഷയില്ല. വെച്ചാൽ പിള്ളേരെന്ന് പറഞ്ഞാൽ പിള്ളേരുടെ പ്രവാഹമായിരിക്കും. പിന്നെ ഈ കൂട്ടത്തിൽ നമ്മളെന്ന് പറഞ്ഞാൽ കപ്പിൾസ് ആയിരിക്കും കൂടുതൽ വരുന്നത്. കപ്പിൾസ് വെച്ചാൽ ഒരാണും പെണ്ണും, ഫ്രണ്ട്സ് ആകാം, ലവേഴ്സ് ആകാം, എന്ത് വേണേൽ ആയിരിക്കാം. അപ്പോൾ അവർ വരും, എൻജോയ് ചെയ്യും, കുടിക്കാനുള്ളവർ കുടിക്കും, എല്ലാത്തവരൊക്കെ ചെയ്യും. അപ്പോൾ നമ്മളതൊന്നും ചെയ്യാത്തതുകൊണ്ട് നമ്മൾ ചെയ്യത്തില്ല എന്നല്ല, നമ്മൾ അതിലേക്കൊന്നും പോകാറില്ല. എടാ പ്ലേ ബോയ് കാണേ എന്ത് ഇതുകൊണ്ട് വയസ്സ് ഞാൻ എൻട്രി കാണിച്ചു തരാം വയസ്സ്. ഇപ്പോൾ നമ്മളിങ്ങനെ ബാക്കിൽ തിരിഞ്ഞ് നോക്കാം. ബാക്കിൽ കാണുന്ന സ്ഥലം കണ്ടില്ലേ, ഇതെല്ലാം കിടുക്കൽ ലൊക്കേഷനാണ് കേട്ടോ. അപ്പം ബാക്കിൽ വരുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ അതാണ് എൻട്രൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എൻട്രൻസിനകത്ത് നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. സോ ജസ്റ്റ് പിള്ളേരൊക്കെ ഉണ്ട്, എൻജോയ് ചെയ്ത് പോകാം. പിള്ളേരെല്ലാം എന്ന് പറഞ്ഞാൽ ഈ ഗോങ് ലാ പ്രീസ അപ്പോൾ വിഷയമാണ്. ലാ പിസേറിയ എന്ന പിസ ആയിരിക്കും തോന്നുന്നു, എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഗോങ് മോർണിംഗ് ഹലോ നമ്മുടെ ചങ്ക് പിള്ളേരെ കിട്ടുന്ന കാര്യം വിഷയമാണ്. സോ ദിസ് ആക്ച്വലി ദിസ് വീഡിയോ ഇസ് ഇൻ മലയാളം. സോ अपने ചാനൽ നമുക്കൊരു 1 2 3 4 5 നമുക്കൊരു 5 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടിയിട്ടുണ്ട്. 6 ഒരു സബ്സ്ക്രൈബേഴ്സ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, സോ ഇറ്റ്സ് ആക്ച്വലി ഇറ്റ്സ് എ ഗെയിമിംഗ് ചാനൽ. സോ വി ആർ so PUBG, Free Fire, every games are there. Nice. Even PC games are there. So this is a special 25th video, I mean a vlog video to them. What's your name? My name is Vipin. Actual name is Vipin and channel name is Cameron Gaming. You can check it out. Okay. Thanks guys. Thank you. Bye bye. Bye. Okay, thank you. Yeah. Bye. ചലോ ബൈ, താങ്ക് യു. അപ്പോൾ നമുക്കൊരു 5-6 സബ്സ്ക്രൈബേഴ്സ് പുതിയ എൻ്റെ മോനെ വിഷയമാണ്. അപ്പോൾ നമുക്ക് എവിടെ ഇറങ്ങിയാലും പിള്ളേർ സബ് എന്ന് പറഞ്ഞാൽ അവരെല്ലാവരും ഫ്രീ ഫയറിൻ്റെയും പബ്ജിയുടെ ആൾക്കാരാണ്. എൻ്റെ മോനെ വിഷയമാണ്. അപ്പം കിട്ടുന്നതിനായിട്ട് നമുക്ക് 5-3 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. അപ്പോൾ അവരെ നമ്മൾ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. സോ എന്തായാലും നമ്മൾ അകത്തേക്ക് പോകുന്നില്ല, ഇവിടെ എൻട്രിയാണ്. ഇതാണ് പ്ലേ ബോയ് എന്ന് പറയുന്ന സാധനം. ഇവിടെ പേരൊന്നും എഴുതിയിട്ടില്ല, പക്ഷേ വിഷയമാണ് കേട്ടോ. അതിനകത്തിൽ ക്രൗഡ്. അപ്പോൾ ഇത് പ്ലേ ബോയ് ബന്ധായെന്ന് പറയുന്നത്. പുറകെ പോകുന്ന വണ്ടിയാണോ എൻ്റെ മോനെ വിഷയം, BMW ഏത് സീരീസ് ഒന്നും അറിയാമല്ലോ, ചോദിക്കരുത്. എൻ്റെ മോനെ വിഷയം നമ്മുടെ കൂട്ടുകാരെ കിട്ടി ഗൈസ്. ഹലോ പറയാം, ഹലോ. അപ്പോൾ നമ്മുടെ ഒരു കുട്ടിപ്പട്ടി കിട്ടിയിട്ടുണ്ട്, നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. പുള്ളിക്കാരെല്ലാം നമ്മൾ എവിടെ പോയാലും പുള്ളി പുറകെ തന്നെ വരും. വിഷയമാണ് കേട്ടോ. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂടെ തന്നെ കാണും പുള്ളി. അപ്പം ഇനി എന്തായാലും നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങാം ഗൈസ്. എന്തായാലും പുറത്തിറങ്ങി നിങ്ങൾക്ക് പുറത്തെ ഒരു വിഷ്വൽസ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ പറഞ്ഞത് കുറച്ച് മുമ്പ് ഫാമിലി ബേസ്ഡുള്ള ആൾക്കാർ ഇവിടെ കൂടുതൽ വരുന്നത്. അപ്പോൾ എനിവേസ് അപ്പോൾ നമുക്ക് എൻ്റെ അമ്മോ ഇത് ഊരി കഴിയാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ ഇതാണ് ഗൈസ്, ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. അപ്പുറത്ത് നമ്മൾ കണ്ടപ്പം കാണിച്ചില്ലേ, ആ സൈഡിൽ നിന്ന് കാണിച്ചപ്പോൾ ലൈറ്റൊക്കെ ഓപ്പി ആയിരുന്നു. ഇവിടെ വന്നപ്പോഴത്തേക്ക് ലൈറ്റ് അടുത്ത് വരുമ്പോഴാണ് ഗൈസ് ഇതിൻ്റെ ദൂരെ നിന്ന് കാണുന്നതിൻ്റെ ഒരു വെറൈറ്റി ഭംഗി തന്നെ ഉണ്ട്. പക്ഷെ അടുത്ത് വരുമ്പോൾ അതിനെക്കാട്ടി ഭംഗിയാണ്, സത്യം പറയാമല്ലോ ഗൈസ്, ഒരു രക്ഷയില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്ത് കയറിയിരുന്ന് എൻജോയ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. വെറുതെ നമ്മൾ പൈസ നമുക്ക് ഈ സെയിം സാധനം തന്നെ പുറത്ത് പോയി നമുക്ക് 200 രൂപയ്ക്ക് കിട്ടും. അപ്പോൾ ഇവരൊക്കെ വലിയ ബിയറും ഇതൊക്കെ കള്ളൊക്കെ വാങ്ങിച്ച് കുടിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്നും താല്പര്യമില്ലാത്തതുകൊണ്ട് നമ്മൾ നോർമലി ചെറിയ റെസ്റ്റോറൻറ്റിൽ പോയിട്ട് നമുക്ക് ഈ സെയിം ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു നമ്മുടെ പറാഠ, ഇപ്പോൾ നമ്മൾ ആദ്യം കഴിച്ചിട്ട് പറാഠ, ആ പറാഠയുടെ പോണക്കത്തെ ഇവിടെ കഴിക്കുവാണെങ്കിൽ എങ്ങനെയായിട്ട് 180 രൂപ കൊടുക്കണം. പക്ഷേ ആ സെയിം സാധനം നമ്മൾ പുറത്ത് കഴിച്ചപ്പം നമുക്ക് 50 രൂപയുള്ളൂ. സോ ഇതൊക്കെ വില വ്യത്യാസം. പക്ഷെ അവർ അവിടെ വലിയ സർവീസ് ഒന്നുമില്ല. ഇവിടെ എന്ന് പറഞ്ഞാൽ സർവീസ് കൂടുതൽ തരും, ഫെസിലിറ്റീസ് കൂടുതൽ തരും. പാട്ടൊക്കെ ആണല്ലേ, പാട്ടൊക്കെ കേൾക്കുന്നുണ്ടോ നിങ്ങൾക്ക്? പാട്ടൊക്കെ ഇട്ട് തരും, എൻജോയ് ചെയ്ത് നമുക്ക് ഇരിക്കാം. അപ്പോൾ അതിന് അവർ പൈസ വാങ്ങിക്കും. നമുക്ക് പാട്ടൊന്നും വേണ്ട, നമുക്ക് പൊറാട്ട കഴിച്ചാൽ മതി. അപ്പോൾ പാട്ടൊക്കെ ഇട്ട് തരുന്നതിനാണ് അവർ പൈസ വാങ്ങിക്കുന്നത്. പിന്നെ ഇനി ഇതിന് മുമ്പത്തെ ഞാൻ പറഞ്ഞ മുമ്പത്തെ കാര്യം പറഞ്ഞില്ലേ, ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞു,
ഇപ്പോൾ തൊട്ട് ബാക്കിൽ കണ്ടില്ലേ ഈ ഏരിയയിലും കഴിഞ്ഞില്ലേ ഈ എല്ലാ ഏരിയയും കവർ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഇവിടെ ഒരു ഇൻഡിപെൻഡൻസ് ബ്രൂവിംഗ് കോ എന്ന് പറഞ്ഞ കമ്പനി ഈ സാധനം. ആ ലൈറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലായിരിക്കും. എന്തായാലും ഈ ഫ്ലൈയിങ് ഡക്കൊക്കെ ഉണ്ട് പക്ഷേ നല്ലതായിരുന്നു കേട്ടോ നേരത്തെ. പക്ഷേ അത് കോവിഡൊക്കെ ആയി കഴിഞ്ഞപ്പോൾ നിർത്തിയതാണ് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ. എൻ്റെ ദൈവമേ. അപ്പം വേറെ വിഷയമൊന്നും പറയാനില്ല. അപ്പം ഈ പറഞ്ഞ സംഭവമാണ് ഞാൻ പറഞ്ഞത് ഇൻഡിപെൻഡൻസ് ബ്രൂ. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ലൈറ്റ് അടിച്ചുകൊണ്ടിരിക്കുന്ന കേസ്. ആ ലൈറ്റ് അടിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് പേര് എഴുതിയിരിക്കുന്നത് കാണാനേ പറ്റത്തില്ല. സോ വിഷയമില്ല. അപ്പോൾ എന്തായാലും ഗ്രാൻഡ് ടൂർ ഞാൻ പറഞ്ഞ സാധനം കേസ് ഇതാ ഗ്രാൻഡ് ടൂർ കണ്ടില്ലേ? അപ്പം പൊളിയാണ് കേസ്. അപ്പോൾ ഒന്നും പറയില്ല. അത് വലിയ വലിയ ആൾക്കാർക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്ഥലമാണ്. നമുക്കൊന്നും പേടി താമസിക്കാൻ പറ്റത്തേ ഇല്ല. നമ്മളൊക്കെ ചെറിയ ചെറിയ കൂടില്ലാത്തൊക്കെ താമസിച്ച് നമ്മൾ ജീവിച്ചു പോകും കേസ്. ഒരു രക്ഷയില്ല ഉപ്പി. പിന്നല്ല ഗൈസ് വേറെ എന്താണ് പറയാനുള്ളത്. അപ്പം നമ്മളിങ്ങനെ റോഡിൽ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഫുൾ ചില്ല ഔട്ട് ആയിരുന്നു ഗൈസ്. ഇന്നെന്തായാലും നമ്മൾ ഫുള്ള് എൻജോയ് ചെയ്തെന്ന് പറയാം. 25th ഈവനിങ് ആണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു അപ്പോൾ നമ്മുടെ കുറേ പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഞാൻ പുറത്തിറങ്ങിയ ഉദ്ദേശം എന്താണെന്ന്. പുറത്തിറങ്ങരുത് എന്ന് വിചാരിച്ചതാണ്, പക്ഷേ പറ്റിയില്ല. അപ്പം പെട്ടെന്നൊരു പ്ലാനായിരുന്നു. പെട്ടെന്ന് നമ്മൾ പ്ലാൻ ചെയ്ത് പെട്ടെന്ന് ഇറങ്ങുമായിരുന്നു. അപ്പം എന്തായാലും ഞാൻ ക്യാമറ കൂടെ എടുത്തിട്ടുണ്ടായിരുന്നു. സോ ബെറ്ററായിട്ട് നമുക്ക് ഫോട്ടോസും എടുക്കാൻ പറ്റും. ക്യാമറ എടുത്തിട്ടുണ്ടായിരുന്നു, DSLR എടുത്തു. പിന്നെ അത് കൂടാണ്ട് നമുക്ക് വേറെ രക്ഷ എന്ന് പറയുന്നത് വീഡിയോസ് എടുത്തിട്ടുണ്ട്, പിന്നെ ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അപ്പം രണ്ടും നമ്മൾ എടുത്തിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ വഴിയിൽ നമുക്ക് പല പല സാധനങ്ങൾ കാണും. ഇതിപ്പോൾ തിന്നണം നമുക്ക് തോന്നും, തിന്നരുത്. ഇതാണല്ലേ കണ്ട വഴി കാണുന്ന ലൈറ്റ് കണ്ടില്ലേ സൈഡ് ലെഫ്റ്റ് സൈഡിൽ എന്താണ്ട് കിട്ടുന്ന സാധനമാണ്. അപ്പുറത്തെ സൈഡിൽ പോയാലോ? അപ്പുറത്ത് പോയാലോടാ പരാട്ട എവിടെ അങ്ങല്ലേ അത് तो गाड़ी लेके आते ना अपना अच्छा ठीक है. അപ്പം ഗൈസ് നമ്മൾ ഈ സംഭവങ്ങളെ കണ്ടില്ലേ ഗൈസ്? നിങ്ങൾ ഞാൻ കാണിച്ചല്ലോ. ഇനിയിപ്പം ഈ പറഞ്ഞ ലൊക്കേഷൻസ് ആണ് ഇത്. ഇവിടെ എല്ലാം ഫുള്ള് ക്രൗഡ്. അതിനകത്തിലൂടെ കയറി കഴിഞ്ഞാൽ ഒന്നും പറയില്ല, ഭയങ്കര ക്രൗഡാണ്. ഞാൻ ഇറങ്ങുന്നില്ല. പിന്നെ ഈ V80 എന്ന് പറഞ്ഞാൽ ഞാനും കാണിച്ചില്ല ഗൈസ്. ഇത് നല്ല സ്ഥലമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബാഗ് കാണുന്ന സ്ഥലം V80. അപ്പോൾ അത് സംഭവം ഒരു ചെറിയ ഇതാണ്, ഒരു വില്ലയാണ്. ഇതെന്താണ് അപ്പാർട്ട്മെൻ്റ് ആണെന്ന് തോന്നുന്നു. V80 എന്ന് എഴുതിയേക്കുന്നത് ഇവിടെ സൈഡിൽ കണ്ടില്ലേ ഗൈസ്? V80 എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടില്ലേ? അതും കാണാൻ പറ്റത്തില്ല. അതാണ് V80 കണ്ടില്ലേ? ഒരു രക്ഷയില്ല ഗൈസ്. ഇത് സിറ്റി എന്ന് പറഞ്ഞാൽ ഗൈസ് മെട്രോ സിറ്റിയാണ് ഗൈസ്. ഒന്നും പറയാനില്ല. ഇതാണ് നമ്മൾ പറഞ്ഞ കമൻസിൻ്റെ നമ്മളത്തെ ആ സ്ഥലങ്ങൾ. അപ്പുറ സൈഡിൽ അപ്പുറം കാണുന്ന ക്രൗഡില്ല ഗൈസ്, അതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നത്. ഓക്കെ. പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു സാധനം പരിചയപ്പെട്ടു ഗൈസ്. റോയൽ എൻഫീൽഡിൻ്റെ ഒരു കിടിലൻ വണ്ടി പരിചയപ്പെട്ടു. നമ്മൾ ആ വണ്ടി കാണിച്ചു ഗൈസ്. ഇതാണ് ആ വണ്ടി. റോയൽ എൻഫീൽഡ് തന്നെയാണ്, പക്ഷേ ഏത് വണ്ടി നടത്തിക്കൂടാ. ഏതാ വണ്ടി? മോഡിഫൈ കസ്റ്റം കറിയാ വാല ഗാഡിക്ക് മേഡിലേക്ക് ഗൺ ഇതിൻ്റെ. പക്ഷേ ഇതിന് വേറെ ഗൈസ്. ഇത് സാധാരണ കാണുന്ന ഒരു നമ്മൾ റോയൽ എൻഫീൽഡ് കണക്കല്ല. ഇത് RE എന്നൊക്കെ എഴുതിയേക്കുന്നത്. എനിക്കറിയാം ഇങ്ങനെയൊക്കെ വണ്ടികൾ ഇറക്കുന്നുണ്ടോ തന്നെ. ഇത് തണ്ടർബേർഡ് വൺ സ്റ്റൈൽ. പക്ഷേ ഇതൊരു എൻറ്റൈസറോ തണ്ടർബേർഡോ അതിൻ്റെ കണക്ക് തന്നെ ബാക്കിൽ അവർ ഓപ്പൺ ആക്കി ഇട്ടിട്ടുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേസ് ഞാൻ മാസ്ക് മാറ്റുക ഗൈസ്. എന്തായാലും ഔട്ടർ പറയാൻ വേണ്ടി മാസ്ക് ഒന്ന് ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ എന്തായാലും വീഡിയോ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന കേസ്. വീഡിയോ കാണാത്തവർ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കാണാത്തവർക്കായിട്ട്. പിന്നെ നമ്മുടെ ആണെങ്കിൽ ചാനൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ് ചെയ്യാൻ പറയുക. പിന്നെ ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുക. വീഡിയോ മൊത്തം കാണുക. പിന്നെ കണ്ടിട്ടില്ലാത്തവർ പിന്നെ ലാസ്റ്റ് വന്നിട്ട് എനിക്കത് മിസ്സായി ഇത് മിസ്സായി എന്ന് പറയേണ്ടത്. കമൻറ്റ് എന്തെങ്കിലും കണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അടിക്കുക. നമ്മൾ ബാക്കിയുള്ള പുനയിൽ അത്യാവശ്യം ലൊക്കേഷൻസ് എന്തെങ്കിലും കവർ ചെയ്യുന്നുണ്ട്. അപ്പം വീക്കെൻഡ്സിലൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ വീക്കെൻഡ്സിലുള്ള സമയങ്ങളിൽ എല്ലാ ലൊക്കേഷൻസും കവർ ചെയ്തിട്ട് നമുക്ക് പോകും. അപ്പോൾ എന്തായാലും നമ്മൾ ഇതിവിടെ സൈൻ ഓഫ് ചെയ്യണം. അപ്പം അടുത്ത വ്ലോഗ് നമുക്ക് നോക്കട്ടെ. അടുത്ത ഞായറാഴ്ച പോകുകയാണെങ്കിൽ പുറത്ത് ഏതെങ്കിലും നല്ലൊരു ലൊക്കേഷൻ കണ്ടിട്ട് നല്ലൊരു വീഡിയോ ചെയ്യുന്നതായിരിക്കും. സോ അതുവരെ എല്ലാവർക്കും ബൈ ടേക്ക് കെയർ. അപ്പം ഹാപ്പി ന്യൂ ഇയർ. പിന്നെന്താണ് ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ് എല്ലാവർക്കും. ബൈ ടേക്ക് കെയർ.